ഇതാണ് ക്വസ്റ്റ്യൻ. ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 2x മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ എന്തൊക്കെ ചെയ്യാണ്ട്, ചെക്ക് വെദർ ദ പോയിന്റ് 3, 4 ഈസ് ഓൺ ദ ലൈൻ. അതായത് 3, 4 എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിലാണെന്ന് കിടക്കും. മലയാളം മീഡിയക്കാർക്കും യൂസ് ചെയ്യാൻ കാര്യമൊന്നുമില്ല. ഒരു വരയുടെ സമവാക്യം തന്നിട്ടുണ്ട്. ഒരു വരയുടെ സമവാക്യം 2x മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0 ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ചെക്ക് വെദർ ദ പോയിന്റ് 3, 4 ഈസ് ഓൺ ദ ലൈൻ. ഈ ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യണം. 3, 4 എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് വേർ ദിസ് ലൈൻ കട്ട്സ് ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അതായത് ഈ ഒരു വര എക്സ് അക്ഷത്തെയും വൈ അക്ഷത്തെയും കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുക. അതായത് എക്സ് ആക്സിസിന് ഈ വര എന്ത് ചെയ്യും, കടന്നു പോകുന്ന സമയത്ത് ഏത് പോയിന്റിൽ കൂട്ടിമുട്ടുന്നു, വൈ ആക്സിന് ഏത് പോയിന്റിൽ കൂട്ടിമുട്ടുന്നു, ആ ജസ്റ്റ് ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ ഇത്രയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദിച്ചിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ഓരോന്നോരോന്ന് ചെയ്യാൻ പോണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൽ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്ത് കൊടുത്തു, എൽ എന്ന് പറഞ്ഞാൽ 2x മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ. ആദ്യത്തെ പണി 3, 4 ആ ലൈനിലുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി ചെയ്യേണ്ട പണി, എക്സിൻ്റെ വാല്യൂ 3 എന്നും വൈൻ്റെ വാല്യൂ 4 എന്നും ജസ്റ്റ് എക്സും വൈയും കാണുന്നിടത്ത് കൊടുക്കുക. ജസ്റ്റ് അപ്പോൾ ഈ പോയിൻ്റ് അതിലുള്ളതാണോ ചെക്ക് ചെയ്യണമെങ്കിൽ എക്സ് ഉള്ളിടത്ത് നിന്ന് എടുക്കുക 3 എന്ന്, ഇവിടുന്ന് കിട്ടും 3. അതുപോലെ വൈൻ്റെ വാല്യൂ 4 എവിടെ നിന്ന് കിട്ടും, ഇതാ ഇവിടുന്ന് കിട്ടും 4. സോ ആ വൈൻ്റെ വാല്യൂ 4, എക്സിൻ്റെ വാല്യൂ 3 എന്നുള്ള വാല്യൂസ് ഇവിടെ ഈ കാണുന്ന എക്സിനും വൈക്കും പകരം കൊടുക്കുമ്പോൾ 2 ഇൻറ്റു എക്സ് എന്നുള്ളത് 2 ഇൻറ്റു 3 വരും. വൈ മൈനസ് വൈ ഉള്ളിടത്ത് -4 വരും. -2 ഈക്വൽ ടു 0, -2 ഈക്വൽ ടു 0 മാറ്റമൊന്നുമില്ല. 2 ഇൻറ്റു 3 എന്താ 6 ആണ്. -4 ഉണ്ട്, -2 ഉണ്ട്. ഇനി നോക്കുമ്പോൾ 6 നിന്ന് 4 വർഷം 2, 2 നിന്ന് 2 വർഷം 0, കറക്റ്റ് 0 കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് ആ ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആ പോയിൻ്റ് എവിടെ ഉള്ളതാണ്, ആ ലൈനിലുള്ളതാണെന്ന് പറയും. ഇനി സപ്പോസ് നിങ്ങളിവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു 3 കിട്ടി, അപ്പുറത്ത് ഈക്വൽ ടു 0 കിട്ടി. 3 ഈക്വൽ ടു 0 ശരിയാണോ? അല്ല. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ പോയിൻ്റ് അവിടെ ആ ലൈനിൽ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതേ 0 എന്ന് പറയുന്ന ഉത്തരം കിട്ടിയാലേ അത് ആ പോയിൻ്റ് ആ ലൈനിലുള്ള പോയിൻ്റ് ആവുള്ളൂ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ലൈനിൻ്റെ ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം, വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനും വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിലുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകത അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കുന്നതാണ്. വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന സമയത്ത് വൈ ആക്സിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ വൈ ആക്സിലുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, ഇവിടെ വൈ കോർഡിനേറ്റ് 0 ആണ്. ഇവിടെ വൈ കോർഡിനേറ്റ് 0 ആണ് സമയത്ത് എക്സ് എന്തോ കിട്ടും, ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ് സമയത്ത് എന്ത് ചെയ്യും, വൈ എന്തോ കിട്ടും. അതെന്താണ് നമ്മൾ കണ്ടെത്തണം, വൈ എന്താണെന്ന് കണ്ടെത്തണം. അതേപോലെ വൈ കോർഡിനേറ്റ് 0 ആണ് സമയത്ത് എക്സ് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താൻ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നോക്കിക്കോളൂ എല്ലാവരും. ചെയ്യേണ്ട രീതി, ആദ്യം നമ്മൾ ഇക്വേഷൻ കണ്ടല്ലോ, ഈ ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് വൈ ഈക്വൽ ടു 0 കൊടുക്കുക. എന്ത് കൊടുക്കുക, ജസ്റ്റ് വൈ ഈക്വൽ ടു 0 കൊടുക്കുക. വേറെ ഒന്നും കൊടുക്കരുത്, ഈ വൈ കാണുന്നിടത്ത് മാത്രം 0 കൊടുക്കുക. അപ്പോൾ ഈ 2x എന്തായിരിക്കും, അങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. മൈനസ് വൈ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം, -0 എന്ന് എഴുതി കൊടുക്കണം. -2 എന്ന് എഴുതി കൊടുത്തു, ഈക്വൽ ടു എന്ത് കൊടുത്തു, 0 കൊടുത്തു. അപ്പോൾ കിട്ടുന്നു 2x -2 ഈക്വൽ ടു 0. ആ -2നെ പിടിച്ചിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ ടു 2. 2x ഈക്വൽ ടു 2 എന്ന് കിട്ടി കഴിഞ്ഞാൽ ഈ കാണുന്ന ഇൻറ്റു 2 അപ്പുറത്ത് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ 2. സോ എന്താ കിട്ടുക, 2/2. 2/2 ആരാ, 1. സോ അതിൻ്റെ അർത്ഥം എന്താ, എക്സ് 1 ആണ്. എന്നതിൻ്റെ അർത്ഥം എന്താ, വൈ 0 ആയാൽ എക്സ് എന്താണ്, 1 ആയിരിക്കും. പോയിൻ്റ് ആരാ, 1,0. ഇതാണ് ആ പോയിൻ്റ്. അപ്പോൾ എക്സ് ആക്സിനെ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് കിട്ടണമെങ്കിൽ വൈ എന്ത് ചെയ്യണം, 0 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും, ദ പോയിൻ്റ് ഈസ് 10. എന്താണ് ആ പോയിൻ്റിൻ്റെ പ്രത്യേകത, ആ 10 എന്ന് പറയുന്നത് അറ്റ് വിച്ച് ദ ലൈൻ കട്ട്സ് ദി എക്സ് ആക്സിസ്. ആ ലൈൻ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ്, അതാരാണ് 10. ഓക്കെ അല്ലേ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തത്, സോറി വൈ ഈക്വൽ ടു 0 എന്ന് കൊടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എന്ന് കൊടുക്കുക, എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. അങ്ങനെ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരും, ഇവിടെ ശ്രദ്ധിക്കണം, വൈ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത് കേട്ടോ. വൈ അതേപോലെ ഇട്ട് കൊടുക്കണം. 2x മൈനസ് വൈ -2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സ് കാണുന്നിടത്ത് മാത്രം 0 കൊടുക്കുന്നു. സോ 2 ഇൻറ്റു എക്സ് ഉള്ളിടത്ത് 2 ഇൻറ്റു 0 മൈനസ് വൈ അതേപോലെ ഇട്ടു, -2 അതേപോലെ ഇട്ടു. ഓക്കെ അല്ലേ. സോ 2 ഇൻറ്റു 0 ആരാ പോയി, 0 ആയിപ്പോയി. ബാക്കി മൈനസ് വൈ അതേപോലെ എഴുതി, -2 അതേപോലെ എഴുതി, ഈക്വൽ ടു 0 അതേപോലെ എഴുതി കൊടുത്തു. എന്നിട്ട് -2നെ പിടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈക്വൽ ടു 2 ആയി മാറി.
-y = 2 ആണെങ്കിൽ പോസിറ്റീവ് y, അതായത് വൈൻ്റെ സൈൻ നെഗറ്റീവ് അല്ലേ, അത് മാറ്റിയാൽ ഈ മൈനസ് അപ്പുറത്തോട്ട് പോയാൽ അതെന്താവും -2 എന്നാവും. സോ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി? -2 കിട്ടി. എപ്പോൾ എക്സ് 0 ആയാൽ y -2, എക്സ് 0 ആയാൽ y എന്താണ്? -2. സോ പോയിൻ്റ് ആരാ? 0, -2. ഈ പോയിൻ്റാണ് എന്ത് പോയിൻ്റ്? അറ്റ് വിച്ച് ദ ലൈൻ കട്ട്സ് ദി വൈ ആക്സിസ്, വൈ ആക്സിന് കട്ട് ചെയ്യുന്ന പോയിൻ്റ്. അപ്പോൾ എക്സ് ആക്സിന് കട്ട് ചെയ്യുന്ന പോയിൻ്റ് കിട്ടണമെങ്കിൽ y0 എന്ന് കൊടുത്തിട്ട് എക്സ് കണ്ടെത്തിയിട്ട് പോയിൻ്റ് എഴുതുക. വൈ ആക്സിന് കട്ട് ചെയ്യുന്ന പോയിൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈ ആക്സിസിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ x = 0 എന്ന് കൊടുത്തിട്ട് y കണ്ടെത്തിയിട്ട് ആ പോയിൻ്റ് എഴുതി കൊടുക്കുക. അതാണ് വൈ ആക്സിന് കട്ട് ചെയ്യുന്ന പോയിൻ്റ്, എക്സ് ആക്സിന് കട്ട് ചെയ്യുന്ന പോയിൻ്റ്. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ എഴുതിയാണ്. എക്സാമിന് എഴുതുമ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് അതിന് താഴെ ഇത് എഴുതാൻ പാടുള്ളൂ, സൈഡിൽ എഴുതരുത്. ഇഷ്ടംപോലെ പേപ്പർ കിട്ടും, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് താഴെ തന്നെ എഴുതി കൊടുക്കുക.